ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഈ നടക്കുന്ന MTS എക്സാമിന് മാത്രമല്ല, നമുക്ക് വരാൻ പോകുന്ന GD എക്സാംസിന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോയും ഇതിലെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം നമുക്ക് GDക്കും MTSനും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. സോ നിങ്ങൾക്ക് GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗന്ധക് റിവർ ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് വിച്ച് റിവർ? ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്? ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താണ് ട്രിബ്യൂട്ടറി എന്നും ഡിസ്ട്രിബ്യൂട്ടറി എന്നും നമ്മൾ പഠിച്ചു. ട്രിബ്യൂട്ടറി എന്താണ്? വലിയൊരു റിവറിലേക്ക് വന്നു ചേരുന്ന റിവേഴ്സ് ആണ് ട്രിബ്യൂട്ടറീസ്. ആൻഡ് വാട്ട് ഇസ് ഡിസ്ട്രിബ്യൂട്ടറി? ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് വലിയൊരു റിവറിൽ നിന്നും ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നവയാണ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗന്ധക് റിവർ ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്? ഗംഗ റിവറിന്റെ. ഏത് റിവറിന്റെയാണ്? ഗംഗ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ് ഗന്ധക് റിവർ. ആൻഡ് ഗന്ധക് റിവറിന്റെ ഒറിജിൻ വരുന്നത് നേപ്പാളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ ഇതിനെ അറിയപ്പെടുന്നത് നാരായണി റിവർ എന്നാണ്. എന്താണ്? ഇറ്റ് ഈസ് ഗന്ധക് റിവർ ഈസ് ഓൾസോ നോൺ ആസ് നാരായണി റിവർ ഇൻ നേപ്പാൾ. ഓക്കെ, നേപ്പാളിലെ ഹിമാലയൻ റീജിയൻസിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. അപ്പോൾ നേപ്പാളിൽ ഇതിന് എന്താണ് അറിയപ്പെടുന്നത്? നാരായണി റിവർ. ഓക്കെ, അപ്പോൾ ഈ ഗന്ധക് റിവർ എവിടെ വെച്ചാണ് ഗംഗ റിവറുമായിട്ട് ജോയിൻ ആവുന്നത്? എവിടെ വെച്ചിട്ടാണ്? സോൻപൂർ ആണ്. ബീഹാറിലെ സോൻപൂരിൽ വെച്ചിട്ടാണ് ഗന്ധക് റിവർ ഗംഗ റിവറുമായിട്ട് ജോയിൻ ആവുന്നത്. ഓക്കെ, ആൻഡ് മേജർ ട്രിബ്യൂട്ടറീസ് ആണ്. ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗയാണ് ഇത് യമുന, ഗന്ധക്, കോസി, യമുന ഒക്കെ എന്താണ്? ഗംഗ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓൾസോ വാൽമീകി നാഷണൽ പാർക്ക് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഗന്ധക്. ഏത് നാഷണൽ പാർക്കാണ്? വാൽമീകി നാഷണൽ പാർക്ക്. ഓക്കെ, വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലെ ചെമ്പാരനിലുള്ള വെസ്റ്റ് ചെമ്പാരനിലുള്ള ഒരു ടൈഗർ റിസർവ് ആണ്. ഏതാണ്? ഒരു ടൈഗർ റിസർവ് ആണ് വാൽമീകി നാഷണൽ പാർക്ക്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ. ഏത് റിവറിന്റെയാണ് നമ്മൾ പറഞ്ഞ? ഗന്ധക്കിന്റെ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ വാസ് ദ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഏതാ? DOS, ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972. ഏത് ഇയറിലാണ്? 1972ലാണ്. ആൻഡ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? DOSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, കർണാടകയിലെ ബാംഗ്ലൂരിലാണ് DOSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ISRO ഒക്കെ DOSന്റെ അണ്ടറിലാണ് കേട്ടോ വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലാണ് നമ്മുടെ ISRO ഒക്കെ വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഗ്രാൻഡഡ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ അപ്രൂവൽ ഫോർ എംപോക്സ്? എംപോക്സ് വാക്സിൻ എന്താ? മങ്കി പോക്സിന്റെ വാക്സിൻ ആണ്. എംപോക്സ് വാക്സിൻ എന്താ? മങ്കി പോക്സിന്റെ ആണ്. ഹു ഗ്രാൻഡഡ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ അപ്രൂവൽ ഫോർ എംപോക്സ് വാക്സിൻ ടു ബി യൂസ്ഡ് ഇൻ ആഫ്രിക്ക? ആഫ്രിക്കയിൽ എംപോക്സ് വാക്സിൻ യൂസ് ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തത് WHO ആണ്. WHO നമുക്കറിയാം എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. എംപോക്സ് വാക്സിൻ ആഫ്രിക്കയിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്രൂവൽ കൊടുക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എവിടെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ, സ്വിറ്റ്സർലൻഡ്. റൈറ്റ്, എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് ഈ അപ്രൂവൽ, എംപോക്സ് വാക്സിന്റെ അപ്രൂവൽ കൊടുത്ത ഡേറ്റ് എന്നാന്ന് നോക്കിയേ. ഇറ്റ്സ് ഓൺ 13th September 2024 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ്. ഇറ്റ്സ് തെർമോമീറ്റർ. ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? തെർമോമീറ്റർ ആണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഏതൊക്കെ യൂണിറ്റ്സിലാണ്? ഡിഗ്രി സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റിലാണ് തെർമോമീറ്റർ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് 3 ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? മെർക്കുറി തെർമോമീറ്റർ, ഡിജിറ്റൽ തെർമോമീറ്റർ ആൻഡ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. ഏതൊക്കെയാണ്? മെർക്കുറി തെർമോമീറ്റർ, ഡിജിറ്റൽ തെർമോമീറ്റർ ആൻഡ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. ദെൻ അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വിൻഡിന്റെ സ്പീഡും അതുപോലെ ഡയറക്ഷനും. വിൻഡിന്റെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, വിൻഡിന്റെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ മെഷർ ചെയ്യാനാണ് നമ്മൾ എന്താ? അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ബാരോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ്? ബാരോമീറ്റർ എന്തിനാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനാണ് ബാരോമീറ്റർ. ദെൻ ഹൈഗ്രോമീറ്റർ എന്തിനാണ് മെഷർ ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റി ഓർ മോയിസ്ചർ ഇൻ ദ എയർ. എയറിലെ മോയിസ്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ മെഷർ ചെയ്യാനാണ് ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട്? നമുക്കറിയാം എന്താണ്? ഫ്രിക്ഷന്റെ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? അതെപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്ന് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എന്ത്? ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഫ്രിക്ഷന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്.
ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ബ്ലഡ് പ്രഷർ BP, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്പിഗ്മോ മാനോമീറ്റർ അല്ലേ? സ്പിഗ്മോ കഴിഞ്ഞ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അത് ആക്ച്വലി. സ്പിഗ്മോ മാനോമീറ്റർ ആണ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ വാസ് ദ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GIC, എന്താണ് GIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയർ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഇൻ 1973 എന്നാണ്. 1973 ആണ്. ഡേറ്റ് എന്നാണ് വരുന്നത് 1st January of 1973. 1st January of 1973 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ GIC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് GICയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? മുംബൈയിലാണ്. ഓക്കെ, GICയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? GICയുടെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ GIC, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? ഇറ്റ്സ് ഇൻ മുംബൈ. ദെൻ അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ചെയർമാൻ ആരാണ്? നാരായണ രാമസ്വാമി. ആരാണ്? നാരായണ രാമസ്വാമിയാണ് GICയുടെ കറണ്ട് ചെയർമാൻ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലൂയിങ് നമ്മളധികം യൂസ്ഡ് അല്ലാത്തൊരു ഫെസ്റ്റിവൽ ആണ് അല്ലെ? ലൂയിങ് ഐനി ഏത് സ്റ്റേറ്റ് ആണ്? ഇറ്റ്സ് ഇൻ മണിപ്പൂർ. ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ലൂയിങ് ഐനി എവിടെയാണ്? ഇറ്റ്സ് ഇൻ മണിപ്പൂരിലാണ്. ഓക്കെ, മണിപ്പൂർ. ആൻഡ് മണിപ്പൂരിലെ നാഗ ട്രൈബ്, ഏത് ട്രൈബാണ്? നാഗ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. മണിപ്പൂരിലെ നാഗ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ലൂയിങ് ഐനി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ. ആൻഡ് അതൊരു സീഡ് സോയിങ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, എന്ത് ഫെസ്റ്റിവലാണ്? സീഡ് സോയിങ്ങിൻ്റെ ടൈമിലുള്ള ഫെസ്റ്റിവലാണ് എന്ത്? ലൂയിങ് ഐനി ഫ്രം മണിപ്പൂർ. ഓക്കെ, ഫസ്റ്റ് ഒഫീഷ്യൽ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്നാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഒഫീഷ്യൽ എന്താണ്? ലിംഗ്വിസ്റ്റിക് സർവേ. ഫസ്റ്റ് ഒഫീഷ്യൽ ലിംഗ്വിസ്റ്റിക് സർവേ സ്റ്റാർട്ട് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1894 ആണ്. ഏത് ഇയർ ആണ്? 1894 ആണ്. 1894 ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ നടക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ സർ ജോർജ് എബ്രഹാം ഗ്രീഡ്സൺ. ആരാണ്? ജോർജ് എബ്രഹാം ഗ്രീഡ്സൺ ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ സെവൻത് ഇന്റർനാഷണൽ ഓറിയന്റൽ കോൺഗ്രസ് ആണ് കേട്ടോ. വിയന്നയിൽ നടന്ന, എവിടെ നടന്ന? വിയന്നയിൽ നടന്ന 7th ഇന്റർനാഷണൽ ഓറിയന്റൽ കോൺഗ്രസിന്റെ വേദിയിലാണ് സർ ജോർജ് എബ്രഹാം ഗ്രീഡ്സൺ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയുടെ കാര്യം പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ആസ് പെർ ദ സർവേ നമുക്ക് എത്ര ലാംഗ്വേജസ് ആണ്? 179 ലാംഗ്വേജസും അതുപോലെ 544 ഡയലക്ട്സും. എത്രയാണ്? 179 ലാംഗ്വേജസും 544 ഡയലക്ട്സും ആണ് റെക്കഗ്നൈസ് ചെയ്തത് ഇന്ത്യയിൽ. Okay, as per the first official linguistic survey of India, which was started in 1894. ഏതിലാണ്? 1894. Okay, next question is, where is the headquarters of South Asian Association for Regional Cooperation? എന്താണ്? സാർക്ക് നമുക്കറിയാം. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ കാത്മണ്ഡു, നേപ്പാൾ. എവിടെയാണ് സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ഇറ്റ്സ് ഇൻ കാത്മണ്ഡു, നേപ്പാൾ. എവിടെയാണ്? കാത്മണ്ഡു, നേപ്പാളിലാണ് സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് സാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 8th December of 1985. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 8th December of 1985. എവിടെയാണ്? ധാക്ക. ഓക്കെ, ധാക്ക ബംഗ്ലാദേശിലാണ് സാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? കാത്മണ്ഡു, നേപ്പാളിലാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് 8 മെമ്പേഴ്സ് ആണ്. ഓക്കെ, 8 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മാൽദീവ്സ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ആക്ച്വലി നമ്മുടെ നൈബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള എല്ലാ കൺട്രീസും എക്സ്ക്ലൂഡിങ് മ്യാൻമർ. ഏത് കൺട്രിയാണ്? എക്സ്ക്ലൂഡിങ് മ്യാൻമർ. ബാക്കി കൺട്രീസ് ഒക്കെ നമുക്ക് സാർക്കിന്റെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, ബാക്കി കൺട്രീസ് ഒക്കെ നമുക്ക് സാർക്കിന്റെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1985 ധാക്ക, ബംഗ്ലാദേശിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ വാസ് എ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോളിസി അനൗൺസ്ഡ് ഇൻ ഇന്ത്യ? ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോൺ SEZ എന്ന പോളിസി ഇന്ത്യയിൽ അനൗൺസ് ചെയ്യുന്ന ഇയർ ഏതാണ്? ഇറ്റ്സ് ഇൻ 2000. ഓക്കെ, 2000 ഏപ്രിൽ ഓഫ് 2000 സ്പെഷ്യൽ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ അനൗൺസ് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്കുണ്ടായിരുന്ന പോളിസി EPZ, വിച്ച് ഈസ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ. എന്താണ്? എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ ആണ് നമുക്ക് 2000 സ്പെഷ്യൽ എക്കണോമിക് സോൺ പോളിസി അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കുണ്ടായിരുന്ന ഏതാണ്? എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ ആണ്. ആൻഡ് ദ ഫസ്റ്റ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ വാസ് സെറ്റപ്പ് ഇൻ കാൻഡല. എവിടെയാണ്? കാൻഡല, ഗുജറാത്തിലാണ്. ഓക്കെ, അത് ഏത് ഇയറിലായിരുന്നു? 1965. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ ഓഫ് ദ 6th 5-year പ്ലാൻ? ഓക്കെ, ഇതിന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഏതൊക്കെ 5-year പ്ലാൻ? 1 to 7 വരെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 6th 5-year പ്ലാനിനെ പറ്റിയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു?
പോവർട്ടി ഇറാഡിക്കേഷൻ, എന്താണ് മെയിനായിട്ട് പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. ആൻഡ് ദെൻ എക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. എന്തൊക്കെയാണ്? എക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. ആക്ച്വലി നമുക്ക് 5th 5-year പ്ലാനിന്റെ മോട്ടോ ആയിട്ടാണ് നമുക്ക് ആക്ച്വലി ഗരീബി ഹട്ടാവോ വരുന്നത്. ഓക്കെ, ഗരീബി 5th ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് 6th നമ്മളത് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, ഗരീബി ഹട്ടാവോ, അത് വിച്ച് മീൻസ് പോവർട്ടി ഇറാഡിക്കേഷൻ തന്നെയാണ്. അത് എന്താ 6th 5-year പ്ലാന്റെയും ഒരു ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. അപ്പോൾ 6th 5-year പ്ലാന്റെ ഇയർ നോക്കിയേ, ഇറ്റ് വാസ് ഇൻ 1980 to 85. ഏത് ഇയറിലാണ്? 1980 to 85 6th 5-year പ്ലാൻ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ ഇന്ദിരാഗാന്ധി. ഓക്കെ, ആരാണ്? ഇറ്റ് വാസ് ലെഡ് ബൈ ഇന്ദിരാഗാന്ധി. ഓക്കെ, ഞാനപ്പോൾ ഇനിയും എൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് തുടരുന്നതായിരിക്കും MTS എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ്, ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്